ആക്ടർ എന്ന നിലയിൽ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്താണ് താങ്കളുടെ? അറിയില്ല. എല്ലാം ഓക്കെ ആണോ? എല്ലാം കുഴപ്പമില്ല. എനിക്കങ്ങനെ സങ്കടങ്ങളൊക്കെ ചെയ്യുമ്പം ഭയങ്കര ടെൻഷനാണ്, അതൊക്കെ ഉള്ളൂ. എങ്ങനെ ടെൻഷൻ എന്ന് പറയുമ്പോൾ വിട്ടുപോകാത്ത ഒരു അവസ്ഥയാണോ? കഥാപാത്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇരിക്കും, പിന്നെ അന്നേരം എടുക്കുന്ന ആ സ്ട്രഗിള് കുറേ സമയത്തേക്കിനൊക്കെ ഉണ്ടാവും, അത്രയൊക്കെ ഉള്ളല്ലോ. അത് ഒരു വീക്ക്നെസ് അങ്ങനെയൊന്നുമില്ല. ഏത് ക്യാരക്ടറും ചെയ്യാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും. ഇതില് അമ്മയായിട്ടാണ്. അതെ അതെ. ഇത് ഏത് ക്യാരക്ടറും എന്നല്ല, പിന്നെ എനിക്ക് ആ കഥ ഇഷ്ടപ്പെടണം, പിന്നെ എന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവണം, എങ്കിൽ ചെയ്യും. എന്തോ എങ്കിൽ മാത്രമാണ് അത്. തീർച്ചയായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് വേണം. എന്തോ വരുന്ന എല്ലാ സിനിമകളും അക്സെപ്റ്റ് ഇല്ല ഇല്ല, എനിക്ക് ധാരാളം വരാറുണ്ട്, പിന്നെ ധാരാളം വരാറുണ്ട്. അമ്മവേഷം ചെയ്യുന്നത് അല്ല, ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായും മിലൻ സിനിമയിൽ ഞാൻ അമ്മവേഷമാണ് ചെയ്തേക്കണേ. പിന്നെ അതൊക്കെ കണ്ടപ്പോഴാണ് ഇതിനകത്തേക്ക് അഷ്റഫിക്കയുടെ വൈഫ് വിളിച്ചത്? അല്ല, അതിന് മുമ്പ് തന്നെ. ഇത് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് 1 വർഷമായല്ലോ. 1 വർഷം മുമ്പായിരുന്നു ഷൂട്ട്? 1 വർഷം മുമ്പായിരുന്നു. ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? വക്കമായിരുന്നു. നല്ല വക്കം. അത് കൊല്ലം. പാരിപ്പള്ളി കഴിഞ്ഞിട്ട് പോണ സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലം. ശരിക്കും അവിടെയൊക്കെ നല്ല രസമായിരുന്നു ഷൂട്ടിംഗ്. 1975 കാലഘട്ടമാണ് കാണിക്കുന്നത്. അതെ അതെ. അപ്പൊ അത്രയും ഒരു പാടില്ല. ഇല്ല, ആ സ്ഥലങ്ങളും ഒക്കെ കുറച്ച് നല്ല പഴയ കാലത്തെ ഗ്രാമപ്രദേശം. അല്ല, അവരൊക്കെ സ്ഥലങ്ങളൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിരുന്നു. അതുപോലൊക്കെ ഏകദേശം. ഒന്നുമില്ല, ഇങ്ങനെ തന്നെ പോട്ടെ, പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. വരുന്ന സിനിമകളോ അല്ലെങ്കിൽ സീരിയലുകളോ എല്ലാം എനിക്ക് കംഫർട്ടബിൾ സോണിൽ നിന്ന് വർക്ക് ചെയ്യും, അത്ര തന്നെ. ഇപ്പം നിലവിൽ ചെയ്യുന്ന സീരിയലുകൾ സുന്ദരി, സൂര്യ TV, സി കേരളം, കുടുംബശ്രീ ശാരദ. ഇപ്പം തൽക്കാലം 2 എന്നാലും സിനിമയിലൂടെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാം. സിനിമയിലേക്ക് രണ്ടും കൂടെ ചെയ്യണമെങ്കിൽ എല്ലാ ചാനലിലും ചെയ്തിട്ട് കാര്യമില്ല. ഏതൊക്കെ സിനിമകളാണ് ഇനി വരാനിരിക്കുന്നത്? അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം ഉണ്ട്, മിലൻ വന്നിട്ടില്ല, പിന്നെ മൺവിളക്ക് എന്ന് പറയുന്നൊരു മൂവി വരാനുണ്ട്. അതൊക്കെയാണ് ഇനി വരുന്ന പ്രൊജക്റ്റുകൾ. എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. കഥാപാത്രങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായാതെ ഇരിക്കട്ടെ, അത്ര തന്നെ. അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഗംഭീര വിജയമായി തീരട്ടെ ആശംസിക്കുന്നു. താങ്കൾക്കും നല്ല നല്ല ഒരുപാട് റോളുകൾ, താങ്കൾ ആഗ്രഹിക്കുന്ന റോളുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.